ഗൾഫിൽ നിന്ന് വന്നപ്പോൾ അച്ഛനൊരാഗ്രഹം നാലമ്പലത്തിൽ പോകാൻ. അപ്പോൾ നാലമ്പലത്തേക്ക് പോവാണ്. അമ്മ പറഞ്ഞു നല്ല തിരക്കാണെന്ന്. പക്ഷെ അച്ഛനൊന്നും കേൾക്കണില്ല ഗൈസ്. കുറേ വീഡിയോസൊക്കെ മിസ്സായി. എന്നാലും കുറച്ചൊക്കെ കാട്ടിത്തരാം കേട്ടോ. വീട്ടിന് നമ്മുടെ എല്ലാവരും കണ്ടാലോ. ഞാനും അമ്പാടിയും ടയർഡായിരുന്നു. പക്ഷെ അച്ഛന് നാണായിരുന്നു. പക്ഷെ ചേച്ചീനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. രാവിലെ നേരത്തെയാണ് പോയത്. പിന്നെ പെട്രോൾ ഇല്ലാതെ വണ്ടി നീങ്ങില്ലല്ലോ. പുറത്തൊക്കെ എന്ത് ഭംഗിയാ ഗൈസ്. നല്ല കോടമഞ്ഞുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ ത്രിപുര പോയത്. ഭയങ്കര തിരക്കായിരുന്നു. ഇനി ഞാൻ തിരക്ക് കാണിച്ചു തരാം. ഗൈസ്, നമ്മൾ ചേച്ചിനെ കണ്ടോ. ഞങ്ങൾ ഈ ലൈനെക്കാട്ടിലും ബാക്കിലായിരുന്നു. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, കുറേ വീഡിയോസൊക്കെ പോയിന്ന്. ഇപ്പം ഇടയിൽ വെച്ച് കാണിച്ചു തരേ. ഈ അമ്പലം എന്ത് ഭംഗിയായിരുന്നു എന്നറിയോ. ഞങ്ങൾ എങ്ങനെയൊക്കെയാ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വന്നു. കുറേ ടോയ്സൊക്കെ ഉണ്ട്. പക്ഷെ അമ്മയൊന്നും എനിക്ക് മേടിച്ചു തന്നില്ല. അപ്പം നമ്മുടെ അമ്പാടി ഉണ്ട് കേട്ടോ. അമ്പാടി കുറച്ച് തന്നെ എണീറ്റിട്ടോ. പോയാലും ചേച്ചിക്ക് ഡാൻസ് കളിക്കണമല്ലോ. അങ്ങനെ അതും ഉണ്ടായിരുന്നു. തേങ്ങ ബോറടിച്ചിട്ട് ചാവാനായി. ഈ ചേച്ചിയാണെങ്കിൽ വെറുതെ തെറ്റിച്ചുകൊണ്ടിരിക്കണേ. പിന്നെ ഞാനും അമ്പാടി അവിടെ നിന്ന് ഓടിക്കളിക്കായിരുന്നു. കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഒരു പ്രശ്നം കൂടി ഉണ്ടായി. വേറെ ഒന്നും അല്ല, ലാസ്റ്റത്തെ അമ്പലത്തേക്ക് എത്തിക്കും. ചേച്ചിക്ക് ശ്വാസം മുട്ടൽ വന്നു. ചേച്ചിക്ക് ചായ കുടിക്കുമ്പോൾ ഞാനും കുടിച്ചു കേട്ടോ. പിന്നെ ചേച്ചിക്ക് തലകറക്കം വന്നു. ഞാൻ പക്ഷേ അച്ഛൻ്റെ തോളത്ത് വരുന്ന ഉറങ്ങുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ക്യാമറാമാൻ മമ്മിയുടെ ബാറ്ററി ഡൗൺ ആയി. പിന്നൊരു കാര്യം പറയട്ടെ. ആദ്യത്തെ അമ്പലത്തിൻ്റെ ഫുഡ് പായസം പോലെയായിരുന്നു. ഹോട്ടലത്തെ കാര്യമാണോ പറയുന്നത്. ചട്ടിലിയിലും സാമ്പാറിലും വെള്ളമായിരുന്നു. ഇപ്പം നിങ്ങൾ കാണുന്നത് ചേച്ചി ഉറങ്ങുന്നതാണ്. രണ്ടാമത്തെ ഫുഡ് കഴിക്കുമ്പോൾ എൻ്റെ വായിന്ന് വെള്ളം പറഞ്ഞു. നല്ല ടേസ്റ്റായിരുന്നു മോനെ. ഞാൻ പൊറോട്ട കഴിച്ച് എനിക്ക് അത്രേ ഉള്ളൂ. അപ്പം പിന്നെ കാണാം.